ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങൻ്റെ മാതാവു പിതാവുമങ്ങ്, അങ്ങൻ സഖാബന്ധുവുമങ്ങു തന്നെ. അങ്ങൻ്റെ വിദ്യാധനമങ്ങു മാത്രം, അങ്ങാണെനിക്കൊക്കെയുമെൻ്റെ ദേവ. ശ്രീമദ് ഭഗവത്ഗീത 6-ാം അധ്യായം ധ്യാനയോഗം 20 തൊട്ട് 23 വരെയുള്ള ശ്ലോകങ്ങൾ ഒരുമിച്ചാണ് ചൊല്ലുന്നത്. 20-ാമത്തെ ശ്ലോകം. യത്രോ പരമതേ ചിത്തം നിരുന്ധം യോഗസേവയാ. എത്ര ഉപരമതേ എന്നാണ്. യത്രോ പരമതേ ചിത്തം നിരുന്ധം യോഗസേവയാ. എത്ര ചൈവാത്മനാത്മാനം പശ്യന്യാത്മനി തുഷ്യതി. മലയാളം. യോഗത്താൽ തടയപ്പെട്ട മാനസം പിൻവലിഞ്ഞുടൻ തന്നെ ദർശിച്ചുട്ടെന്നും ആനന്ദമേറിടും. 21-ാമത്തെ ശ്ലോകം. സുഖമാത്യന്തികം യത് തദ് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായാം സ്ഥിതശ്ചലതി തത്വദാ. മലയാളം. ബുദ്ധി കൊണ്ടു ഗ്രഹിക്കേണ്ടും നിത്യസൗഖ്യം ലഭിക്കവേ വ്യക്തമായതിലെന്നെന്നും യുക്തനൊട്ടൊരുമിച്ചിടും. 22-ാമത്തെ ശ്ലോകം. യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേ നാധികം തദാ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യതേ. മലയാളം. ഇല്ലതിന്മീതയായി ലാഭം തെല്ലുമെന്നറിവോലുക, ഇതിൽ മുഴുകിടുന്നോനിൽ ഏതുമേൽക്കില്ല ദുഃഖവും. 23-ാമത്തെ ശ്ലോകം. തം വിദ്യാ ദുഃഖ സംയോഗ വിയോഗം യോഗസംജ്ഞിതം ന നിശ്ചയേന യോക്തവ്യോ യോഗോ നിർവിണ്ണ ചേതസാ. മലയാളം. ഇതാണ് ദുഃഖബന്ധത്തെ വേർപെടുത്തുന്ന യോഗവും ദൃഢചിത്തരിതേ മാർഗം തുടർന്നിടുക സർവദാ. 20 മുതൽ 23 വരെയുള്ള 4 ശ്ലോകങ്ങളാണ് വായിച്ചിരിക്കുന്നത്. അന്വയം. യോഗസേവയാ, യോഗ പരിശീലനം കൊണ്ട് നിരുന്ധം ചിത്തം, അടക്കി വെച്ച അല്ലെങ്കിൽ നിയന്ത്രിച്ച മനസ്സ്, എത്ര ഉപരമതേ എത്ര ഏതവസ്ഥയിൽ പ്രശാന്തമാകുന്നുവോ, എത്ര ആത്മനാ ആത്മാനം ഏതവസ്ഥയിൽ ആത്മാവ് കൊണ്ട് ആത്മാവിനെ പശ്യൻ കാണുന്നു, ദെൻ ആത്മനി തുഷ്യതി സന്തുഷ്ടി അടയുന്നുവോ, അതീന്ദ്രിയം ബുദ്ധിഗ്രാഹ്യം ആത്യന്തികം യത് സുഖം തദ് വേത്തിച്ച. അതീന്ദ്രിയം ബുദ്ധിഗ്രാഹം, ഇന്ദ്രിയഗോചരമല്ലാത്ത വിശുദ്ധ ബുദ്ധി കൊണ്ട് മാത്രം അനുഭവിക്കാൻ സാധിക്കുന്ന ആത്യന്തികം യത് സുഖം തത്, യാതൊരു പരമാനന്ദത്തെ വേത്തിച്ച അറിയുന്നുവോ, എത്ര സ്ഥിത അയം ഏതവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന യോഗി, തത്വതഃ തത്വത്തിൽ നിന്ന് ന ചലതി വ്യതിചലിക്കുന്നില്ലയോ, യം ലബ്ധ തതഃ അധികം ഏതൊന്ന് ലഭിച്ചാൽ അതിലുപരി അപരം ലാഭം ന മന്യതേ മറ്റൊരു ലാഭത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ലയോ, യസ്മിൻ സ്ഥിതഃ ഏതവസ്ഥയിലിരുന്നിട്ട് ഗുരുണാ ദുഃഖേന അപി കഠിനമായ ദുഃഖങ്ങൾ വന്നാൽ പോലും ന വിചാല്യതേ പതറിപ്പോകുന്നില്ലയോ, ദുഃഖ സംയോഗ വിയോഗം ദുഃഖസംബന്ധത്തിൽ നിന്നും വേറിട്ട അതിനെ തം യോഗസംജ്ഞിതം വിദ്യാത് അതിനെ യോഗം എന്ന് പറയുന്നു. അനിർവിണ്ണ ചേതസ യോക്തവ്യ, ഇത് പ്രസന്നഭാവത്തോടെ അഭ്യസിക്കേണ്ടതാണ്. 4 ശ്ലോകങ്ങളും കൂടി ആയതുകൊണ്ട് അന്വയം കുറച്ച് വലുതാണ്. അപ്പോൾ യോഗലക്ഷണത്തെ പറ്റിയിട്ട് ഇങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും യോഗം അഭ്യസിക്കണമെന്ന് ഭഗവാൻ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളെയൊക്കെ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ധ്യാനയോഗി പ്രാപിക്കുന്ന ലക്ഷ്യം, അത് ധ്യാനം അഭ്യസിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എവിടെ എത്താം, എന്താണ് അങ്ങനെ എത്തിയാലുള്ള ഗുണമെന്താണ് എന്ന് ഒന്നും കൂടെ പറഞ്ഞു തരാണ്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ സ്കൂളിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചാൽ നിങ്ങൾക്ക് ഈ കോഴ്സിന് അഡ്മിഷൻ കിട്ടും, അവിടെ നിന്ന് പഠിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന തലങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞു കൊടുക്കുന്ന പോലെ, ഇതാണ് ധ്യാനയോഗി, എന്തിനാണ് ഇങ്ങനെ ധ്യാനം ചെയ്യുന്നത് എന്നുള്ളതെല്ലാം വളരെ വിശദമായി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. ഇനി അതിൻ്റെ അവസാനം എത്തുന്ന ലക്ഷ്യത്തെ ഇങ്ങനെ വിവരിക്കുകയാണ്.
ആ ലക്ഷ്യം കിട്ടുമെന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ അത് നേടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും തന്നെ ഇത് നല്ല കാര്യമാണല്ലോ എന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കും, അല്ലെങ്കിൽ പരിശ്രമിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഭഗവത്ഗീതയൊക്കെ ഉപദേശിച്ച് നമുക്ക് തരുന്നത്. അപ്പോൾ ഈ യോഗ പരിശീലനം കൊണ്ട് നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ ഒരു ബ്രഹ്മസായുജ്യം, അതായത് ഒരു പരമാനന്ദം ലഭിക്കും എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ തന്നെയാണ് താൻ തന്നെയാണ് എല്ലാം, താൻ തന്നെയാണ് ഈശ്വരൻ, ഈശ്വരൻ തന്നെയാണ് ഞാനും, എന്നിൽ നിന്ന് അന്യമായിട്ട് യാതൊരു വസ്തുവും ഇല്ല, എൻ്റെ യഥാർത്ഥ സ്വരൂപം തന്നെയാണ് ആത്മാവ് എന്ന് തിരിച്ചറിയുന്നതാണ് ആത്മസാക്ഷാത്കാരം. ആ ആത്മസാക്ഷാത്കാരം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആനന്ദത്തിന് യാതൊരു അളവുമില്ല എന്ന് പറയണം. ഇത്രയും നല്ലൊരു കാര്യമാണെങ്കിൽ എന്തുകൊണ്ട് നമുക്കതിന് പരിശ്രമിച്ചുകൂടാ? അപ്പോൾ അത് മറ്റുള്ള എല്ലാ ലൗകിക സുഖങ്ങളിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ സുഖമാണ്. കാരണം ലൗകിക സുഖങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അത് വളരെ ഷോർട്ട്, അതായത് കുറച്ച് കാലം മാത്രം നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഇന്ദ്രിയ മനോബുദ്ധികളെ മുഴുവനും നമ്മുടെ വരുതിയിൽ വരുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്താൽ മാത്രമേ ഇവിടേക്ക് എത്താൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അതീന്ദ്രിയം എന്ന് രണ്ടാമത്തെ ശ്ലോകത്തിൽ 21ാമത്തെ ശ്ലോകത്തിൽ വിശേഷിപ്പിച്ചത്. ആ അതീന്ദ്രിയ ജ്ഞാനം നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ ആനന്ദത്തിൽ ആനന്ദം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു ഇളക്കവുമില്ല. എന്ത് കേട്ടാലും നമ്മുടെ മനസ്സ് ഇളകുന്നില്ല. അപ്പോൾ പ്രപഞ്ചത്തിൽ ഉള്ള സുഖങ്ങളെല്ലാം തന്നെ താൽക്കാലികമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി എന്തെങ്കിലും കാരണവശാൽ യോഗിയാണെങ്കിലും അവർക്കും ചില ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ലൗകിക നിർവഹണത്തിന് വേണ്ടിയിട്ട് ശരീരത്തിൻ്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൗതിക ലോകത്തേക്ക് ഇപ്പോൾ വിശപ്പ് വരുന്നു, ദാഹം വരുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വരുന്നു, അങ്ങനെ ശരീരത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൗതിക ലോകത്തിലേക്ക് വരേണ്ടി വന്നാലും തിരിച്ച് പഴയ തൻ്റെ ഇപ്പോൾ എത്തി നിൽക്കുന്ന ആനന്ദാവസ്ഥയിലേക്ക് മടങ്ങിപ്പോവാനായിട്ട് സാധിക്കും. നമുക്ക് സാധിക്കില്ല, പക്ഷെ അവർക്കത് സാധിക്കും. അപ്പോൾ നമ്മളുടെ മനസ്സ് അതീന്ദ്രിയമാണ്. ആർക്കും അറിയില്ലല്ലേ എവിടെ മനസ്സെന്ന്, ആർക്കും കാണാൻ സാധിക്കാത്തതാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങളെ കൊണ്ടൊക്കെ നമ്മൾ സ്വീകരിക്കുന്നതിനേക്കാൾ എത്രയോ ശക്തിയുണ്ട് അതീന്ദ്രിയം മനസ്സിന്. അപ്പോൾ ആ മനസ്സ് നമ്മളെന്താണ് എന്നുള്ളത് തിരിച്ചറിയണം ഒരു യോഗി. അപ്പോൾ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ, ആ ബ്രഹ്മാനുഭൂതി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് നഷ്ടപ്പെടില്ല എന്നാണ് പറയുന്നത്. ആത്യന്തികം, അവസാനമില്ലാത്തതാണ്. അതിനൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു, ഇന്ദ്രിയങ്ങളെ മുഴുവനും അതിക്രമിച്ചു കഴിഞ്ഞു. ഇനി അവസാനമില്ലാത്ത ഒരു ആനന്ദത്തിലേക്കാണ് നമ്മൾ എത്തിയത്. അങ്ങനെയുള്ളവർക്ക് എങ്ങനെയുള്ള ദുഃഖം വന്നാലും, കഠിനമായിട്ടുള്ള ദുഃഖം വന്നാലും അവരുടെ മനസ്സ് പതറിപ്പോവില്ല. കാരണം നമ്മൾക്കൊക്കെ ലൗകികന്മാരായ നമ്മളുടെയൊക്കെ ദുഃഖം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം, ഇല്ലായ്മ, അല്ലെങ്കിൽ എന്തെങ്കിലും ആരുടെയെങ്കിലും നമ്മൾക്ക് വേണ്ടപ്പെട്ടവരുടെ വിയോഗം, അതല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്ന അസുഖങ്ങൾ, ഇതെല്ലാമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ സങ്കല്പങ്ങളാണ് ശരിക്കും. അത് യോഗി മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും ഇതെല്ലാം ഈ പരമാനന്ദത്തിൽ ഇരിക്കുന്ന യോഗിക്ക് ഇതൊന്നും ബാധിക്കില്ല. അതൊക്കെ അങ്ങനെ വന്നു പോവും, സാരമില്ല. എൻ്റെ ശരീരത്തെ ഭഗവാൻ കാത്തുകൊള്ളും. എൻ്റെ ശരീരത്തിൻ്റെ കർമ്മങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ ഭഗവാൻ അതിനെ തിരിച്ചെടുക്കുകയും ചെയ്യും എന്നുള്ളത് യോഗിക്ക് മനസ്സിലാവുന്നു. മാത്രമല്ല, ഇപ്പം നമ്മൾ എന്തെങ്കിലും കാരണവശാൽ നമ്മൾക്ക് വിചാരിച്ച് ആഗ്രഹം സഫലീകരിക്കാതെ, നമ്മളുടെ ആഗ്രഹം സഫലീകരിക്കാതെ വരുമ്പോഴാണ് നമ്മൾക്ക് ദുഃഖങ്ങൾ വരുന്നത്. അത് മനസ്സിലാക്കും. അതുകൊണ്ടാണ് ദുഃഖങ്ങൾ വരുന്നതെന്ന് യോഗി മനസ്സിലാക്കും. അപ്പോൾ ഈ സന്തോഷങ്ങളെല്ലാം തന്നെ വളരെ കുറച്ച് കാലത്തേക്ക് മാത്രമേ നിലനിൽക്കുള്ളൂ. ഇതിൻ്റെ അപ്പുറത്താണ് ഈ നമ്മൾ പറഞ്ഞ പരമാനന്ദം എന്ന പ്രകാശം. അത് അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നമുക്ക് ബാധിക്കില്ല. ഇത് മനസ്സിലാക്കി തരാനാണ് ഈ ഭഗവാൻ നമ്മൾക്ക് ഭഗവത്ഗീത ഉപദേശിച്ചു തരുന്നതാണ്. അപ്പോൾ ആരാണ് ദുഃഖം ഉണ്ടാക്കുന്നത്? നമ്മൾ തന്നെയാണ്. അപ്പോൾ ആരാണ് അതിനെ കളയേണ്ടത്? അതും നമ്മൾ തന്നെയാണ്. നമ്മളുണ്ടാക്കുന്ന ദുഃഖത്തെ നമ്മൾ കളയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭഗവാൻ എനിക്കൊന്നും ചെയ്യാനില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. നിങ്ങളല്ലേ ദുഃഖം ഉണ്ടാക്കുന്നത്, ആഗ്രഹങ്ങളുടെ പിന്നാലെ പോയിട്ടല്ലേ ഈ ദുഃഖങ്ങളെല്ലാം വരുന്നത്. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തന്നെ ആ ദുഃഖത്തെ കളഞ്ഞ് അതല്ല ആനന്ദം, ഇതാണ് പരമാനന്ദം എന്ന് മനസ്സിലാക്കൂ.
ദുഃഖസംയോഗത്തിൽ നിന്നുള്ള വിയോഗമാണ് യോഗം എന്ന പുതിയ ഡെഫിനിഷനാണ് ഇവിടെ കൊടുക്കുന്നത്. യോഗത്തിന് പുതിയൊരു നിർവചനം കൊടുക്കുകയാണ്. ദുഃഖസംയോഗത്തിൽ നിന്നുള്ള വിയോഗം. അപ്പോൾ ഈ ദുഃഖസംയോഗം എവിടുന്നാണ് വരുന്നത്? നമ്മൾക്ക് ഇന്ദ്രിയ മനോബുദ്ധികളും വിഷയങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് ദുഃഖസംയോഗം വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് മുക്തി നേടണമെങ്കിൽ ആ ഇന്ദ്രിയ മനോബുദ്ധികളെ ആ വിഷയങ്ങളിൽ നിന്ന് വേർപെടുത്തണം. അതാണ് ദുഃഖസംയോഗത്തിൽ നിന്നുള്ള വിയോഗം. ഇനി അങ്ങനെ വേർപെടുത്തണമെങ്കിലോ മനസ്സ് നമുക്ക് എവിടെയെങ്കിലും പിടിക്കണമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും വേണം. അപ്പോൾ അങ്ങനെ മറ്റെന്തിലേക്കെങ്കിലും ഏർപ്പെടണമെങ്കിൽ അതാണ് എന്ത്? താൻ തന്നെയാണ് എന്ന് നമ്മളുടെ ആത്മാവിനെ നമ്മൾ തന്നെ തിരിച്ചറിയുക. അപ്പോൾ ആത്മാവുമായിട്ട് നമ്മൾ കൂടിച്ചേരണം. ആ ആത്മസ്വരൂപത്തിൽ ഉറച്ചു നിന്നു. അപ്പോൾ നമുക്കൊരു പിടിവള്ളി കിട്ടി. അതിലുറച്ചു നമ്മൾ. അതിൽ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കാനില്ല. അങ്ങനെ പിടിച്ച് നിൽക്കുന്നതാണ് യോഗം. അപ്പോൾ ദുഃഖത്തിൽ നിന്ന് നമുക്ക് മോചനവും നേടി, നമുക്കൊരു പിടിവള്ളി കിട്ടുകയും ചെയ്തു. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ എത്തുന്നവരാണ് യോഗികൾ. അതിനു വേണ്ടിയിട്ട് നമ്മളെല്ലാവരും തന്നെ പരിശ്രമിക്കണം. ഇത് സന്യാസിമാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല ഭഗവത്ഗീത. അല്ലെങ്കിൽ ആത്മീയമായിട്ട് മാത്രം ജീവിക്കുന്നവർക്ക് നാമങ്ങൾ ചൊല്ലി ഭജനയിരുന്ന് അങ്ങനെ ജീവിക്കുന്നവർ മാത്രം ഭഗവത്ഗീത പഠിച്ചാൽ മതി എന്നൊന്നുമല്ല ഭഗവാൻ പറയുന്നത്. എല്ലാവരും തന്നെ ശ്രമിക്കണം. ശ്രമിച്ചാലല്ലേ നമ്മൾക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയുള്ളൂ. അപ്പം നമ്മൾ നല്ലൊരു തീ കത്തുന്ന ചൂളയ്ക്ക് അരികിൽ നിൽക്കുകയാണ്, എന്തായാലും ചൂടുണ്ടാവുമല്ലേ? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് തണുപ്പ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ആ ചൂട് ഏൽക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ദൂരം മാറി എവിടെയെങ്കിലും തണൽ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ചൂട് ഏൽക്കാത്ത ഒരു ദൂരത്തെ ചെന്ന് നിൽക്കണം. അതേപോലെ തന്നെയാണ് നമുക്കറിയാം ഇതൊക്കെയാണ് നമ്മളെ ദോഷത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് വിടുതി കിട്ടാനുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞ് ആനന്ദം അനുഭവിച്ച് തുടങ്ങൂ. നിങ്ങൾ ആനന്ദം അനുഭവിച്ച് തുടങ്ങിയാലല്ലേ അറിയുള്ളൂ. ലക്ഷ്യം എത്തുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വേറെയാണ്. കുട്ടികളോട് പറയുന്ന മാതിരിയാണ്, നിങ്ങൾ ആദ്യം പഠിക്കൂ. പഠിച്ചു കഴിഞ്ഞാലല്ലേ മാർക്ക് കിട്ടുമോയെന്ന് അറിയുള്ളൂ. ഒന്നും പഠിക്കാതെ പോയാൽ എന്തായാലും കിട്ടാൻ പോകുന്നില്ലല്ലോ മാർക്ക്. അപ്പോൾ ആദ്യം പഠിച്ചു നോക്കൂ. നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ പഠിച്ചു നോക്കണം. പഠിച്ചു നോക്കിയിട്ടല്ലേ, അങ്ങനെ പറയില്ല ആരും. കാരണം പഠിച്ചത് ശരിയാണെങ്കിൽ അവിടെ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള വിഷമമില്ല. അതേപോലെ തന്നെയാണ് കൃഷ്ണൻ പറയുന്നത്, അവിടെ ലക്ഷ്യത്തിൻ്റെ മഹിമ വർണ്ണിച്ചു കൊടുത്തിട്ടൊന്നും കാര്യമില്ല സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക്. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴികൾ നിർദ്ദേശിക്കുകയാണ്, മാർഗങ്ങൾ. ഇതാ ഇങ്ങനെയൊക്കെയാണ് പോകേണ്ടത് നിങ്ങൾ. അതിലെ ഒരു മാർഗ്ഗമാണ് എന്ത്? ഈ ധ്യാനം. അപ്പോൾ കർമ്മയോഗം വിവരിച്ചു കഴിഞ്ഞു, ധ്യാനയോഗം വിവരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾ പോയി നോക്കൂ. പോയി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ എത്തും. ഞാനാണ് പറയുന്നത്, ഉറപ്പാണത്. നിങ്ങളതിന് എന്നെ സംശയിക്കുകയേ വേണ്ട. ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഉറപ്പാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വളരെ ഗൗരവമായിട്ട് ഇത് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം എന്തിൽ നിന്നൊക്കെയാണ് നമുക്ക് ദുഃഖം വരണത് എന്ന്. അപ്പം നമ്മൾ ജീവിത ലക്ഷ്യം പറഞ്ഞു കഴിഞ്ഞു, അതിലേക്ക് വേണ്ടി പരിശ്രമിക്കണം എന്നും പറഞ്ഞു. എല്ലാവരും പരിശ്രമിക്കണം. അപ്പോൾ എന്തിൽ നിന്നാണ് നമുക്ക് ദുഃഖം വരുന്നതെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുക. ഒരു കാര്യം പ്രതീക്ഷിച്ചിട്ട് അത് നടക്കാതിരിക്കുമ്പോഴാണ് സാധാരണ ദുഃഖം വരുന്നത്. അപ്പോൾ എന്താണ് അതിന് കാരണം എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ആ കാര്യം വിചാരിച്ചത് കൊണ്ട് അത് നേടാൻ പറ്റിയില്ല, അപ്പോഴല്ലേ ദുഃഖം വന്നേ. ആ കാര്യമേ മനസ്സിൽ നിന്ന് വിട്ടാലോ നമുക്ക് രക്ഷയായി. പിന്നെ നമ്മൾ ദുഃഖിക്കില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ അങ്ങനെയുള്ള നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ മനസ്സ് മാറ്റി നിർത്തിയിട്ട് ഈശ്വരനിൽ നിന്ന് മാത്രമാണ് എനിക്ക് സുഖം ലഭിക്കുള്ളൂ എന്ന തത്വം മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാലോ ഈശ്വരനിലേക്ക് കൂടുതൽ അടുക്കണം. ഈശ്വരനിലേക്ക് കൂടുതൽ അടുക്കണം എന്ന് പറഞ്ഞാലോ 24 മണിക്കൂറും ജപിച്ച് അവിടെ തന്നെ ഇരിക്കണം എന്നല്ല. ഞാൻ എന്നിലേക്ക് തന്നെ, ഞാൻ തന്നെയാണ് ഈശ്വരൻ. അപ്പം ഞാൻ എന്നിലേക്ക് തന്നെ കൂടുതൽ അടുക്കുക. ഇവിടെ ചുറ്റും നടക്കുന്നതൊക്കെ മായക്കാഴ്ചകളാണ്. നമ്മൾ സ്വപ്നം കാണുന്നത് പോലെ മാത്രമേ ഉള്ളൂ. നേരം വെളുത്താൽ സ്വപ്നത്തിലെ കഥാപാത്രങ്ങളൊക്കെ അപ്രത്യക്ഷമാവുന്ന പോലെ തന്നെ നമുക്ക് ഈ സുഖങ്ങൾ, ഈ ലൗകിക കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ വഴി നമ്മൾ സ്വീകരിക്കുന്ന സുഖങ്ങൾ വളരെ നൈമിഷികമാണ്. വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞ് ആ മനസ്സിനെ അതിൽ നിന്ന് മാറ്റിയെടുക്കണം. പിന്നെ ഈ ലക്ഷ്യബോധം കൂടെ പറഞ്ഞു തന്നപ്പോൾ ആ ലക്ഷ്യബോധത്തിലെത്താൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എത്തോ ഇല്ലയോ എന്നുള്ളത് പിന്നീട് നമുക്ക് തീരുമാനിക്കാം. ആദ്യം എത്താൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ഭഗവാൻ പറയുന്നത്.
അപ്പോൾ ഈ സുഖദുഃഖങ്ങളെ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കുമല്ലേ. അതിനെ പറ്റിയിട്ട് നമ്മൾ അധികമായിട്ട് വിഷമിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഈ ദേഹം കുറച്ച് കർമ്മങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. ആ കർമ്മങ്ങൾ എന്തൊക്കെ ചെയ്യണം, എപ്പോഴൊക്കെ ഏത് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതെല്ലാം നമ്മളല്ല കൺട്രോൾ ചെയ്യുന്നത്. സാക്ഷാൽ ഭഗവാനാണ് ഈ കർമ്മങ്ങളൊക്കെ നിയന്ത്രിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ ഇവിടെ തീർന്നു കഴിഞ്ഞാൽ ആ ശരീരത്തെ പിൻവലിക്കുന്നത് അതും കൂടെ ഭഗവാനാണ്. അപ്പോൾ നമ്മൾ എവിടേക്കെങ്കിലും യാത്രയൊക്കെ പോകുമ്പോൾ നമ്മളെപ്പോഴും ഒരു ടൂർ പ്ലാൻ ഉണ്ടാവുമല്ലേ. ഇന്ന ദിവസം പോകണം, ഇന്ന സമയത്ത് ട്രെയിൻ കിട്ടണം, ഇന്ന പോലെ പോകണം, ഇന്ന സ്ഥലത്ത് താമസിക്കണം, പിറ്റേ ദിവസം നമ്മുടെ ടൂർ ഇങ്ങനെയൊക്കെയാണ്, ഇന്ന സ്ഥലങ്ങളാണ് കാണാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, അതിൻ്റെ പിറ്റേ ദിവസം വേറെ സ്ഥലത്തേക്ക് പോകുന്നു, അവിടെ എന്തൊക്കെയാണ് കാഴ്ചകൾ, മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്താ, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. അങ്ങനെ ഒരു പ്ലാൻ ഇട്ടിട്ട് മാത്രമേ നമ്മൾ ടൂർ പോകാറുള്ളൂ. അങ്ങനെ പോയാൽ മാത്രമേ അത് വിജയിക്കുള്ളൂ. എവിടേക്കാണ് പോകേണ്ടതെന്ന് ലക്ഷ്യബോധം ഇല്ലാണ്ട് ഇവിടുന്ന് ട്രെയിനിൽ കയറിയിരുന്നിട്ട് എവിടെ ഇറങ്ങേണ്ടതെന്നുള്ള ടിക്കറ്റ് പോലും എടുത്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവിടെ എത്തി ഒരു പ്രത്യേക സ്ഥലത്തെത്തി അവിടുന്ന് ഇനി അങ്ങോട്ട് പോകണം, ധാരാളം സ്ഥലങ്ങളുണ്ട്, നമുക്ക് പ്ലാനൊന്നുമില്ല, അത് കാണണോ, അത് നല്ലതാണ് കാണാം, ഇപ്പുറത്തെ ഒരു സ്ഥലമോ അതും നല്ലതാണ്, എന്നാൽ അതും കാണാം. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ യാത്ര എവിടെയും 2 ദിവസത്തിനുള്ള 3 ദിവസത്തിനുള്ള നമുക്ക് തിരിച്ചെത്താനും പറ്റില്ല. ഒരു പ്ലാൻ വേണം, എല്ലാറ്റിനും ഒരു പ്ലാൻ വേണം. അപ്പോൾ ഭഗവാൻ പറയുന്നത്, നിങ്ങൾ ഇതുവരെ പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഇപ്പോഴെങ്കിലും പരിശ്രമിച്ച് തുടങ്ങിയിട്ടല്ലേ ബാക്കി കാര്യം. അപ്പോൾ ഒരു ദിവസമെങ്കിലും നിങ്ങൾ പരിശ്രമിച്ചാൽ അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഫലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ കർമ്മയോഗത്തിലൂടെ നമ്മൾ ആദ്യം കർമ്മയോഗം പഠിപ്പിച്ചു, അത് കഴിഞ്ഞ് അത് കൂടെ മെല്ലെ സ്റ്റെപ്പായി കയറി ധ്യാനയോഗത്തിലെത്തുക. ആ ധ്യാനയോഗത്തിൻ്റെ സമയം കൂട്ടുക, ആഴം കൂട്ടിക്കൊണ്ടേയിരിക്കുക. അപ്പം നമുക്ക് മനസ്സിലാവും ഈ സന്തോഷമാണ് ഏറ്റവും വലുത്, മറ്റുള്ളവയേക്കാളൊക്കെ ഏറ്റവും വലുത് ഈ സന്തോഷമാണ്. അങ്ങനെ നമ്മൾ മെല്ലെ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്യും. അപ്പം നമ്മൾ 23 വരെയുള്ള ശ്ലോകങ്ങൾ ഒരുമിച്ചാണ് വായിച്ച് അർത്ഥം പറഞ്ഞത്. ഇനി അപ്പോഴും യോഗ എങ്ങനെ അഭ്യസിക്കണം എന്നുള്ളതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. ഇനി അടുത്ത ദിവസം 24ാമത്തെ ചൊല്ല. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാതാലയ വാസവിഷ്ണു.